ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ആദ്യമായി തന്നെ പറയുകയാണ്, ഇതൊരു ജ്യോതിഷം റിലേറ്റഡ് വീഡിയോ ആണ്. അതിൽ താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തോളുക. എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് 27 നക്ഷത്രങ്ങളാണ് ഉള്ളതെന്ന്. ഈ നക്ഷത്രങ്ങൾക്കെല്ലാം പൊതുഫലങ്ങളുമുണ്ട്. ഇത്തരം പൊതുഫലങ്ങളിൽ ദോഷവും ഗുണവും എല്ലാം കാണാം. പൊതുഫലങ്ങളുണ്ടെങ്കിലും ജനന സമയപ്രകാരവും ജാതകപ്രകാരവും ഇതിൽ വ്യത്യാസം വരും. നക്ഷത്രപ്രകാരം നാഗദോഷമുള്ള ചില പ്രത്യേക നക്ഷത്രങ്ങളുണ്ട്. അവയെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ശിവനും മഹാവിഷ്ണുവുമെല്ലാം സർപ്പങ്ങളുമായി ബന്ധമുള്ളവരാണ്. ശിവൻ്റെ കഴുത്തിൽ സർപ്പമുണ്ട്. മഹാവിഷ്ണു ശയിക്കുന്നത് ഇതിലാണ്. സർപ്പദോഷമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാകും. സർപ്പദോഷം വരാനുള്ള പ്രധാന കാരണങ്ങൾ ഏതെല്ലാം നാളുകൾ വരുന്നു, അതിൻ്റെ പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. സർപ്പദോഷം വരുന്നത് മുൻജന്മത്തിൽ നമ്മളോ പൂർവികരോ ചെയ്ത പാപങ്ങൾ കാരണമാകാം. ഈ ദോഷം ഉണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചർമ്മ പ്രശ്നങ്ങൾ. ത്വക്ക് രോഗങ്ങൾ വരാൻ സയൻസ് പ്രകാരം പല കാരണങ്ങളുമുണ്ട്. ഇതല്ലാത്ത കാരണങ്ങളിലൊന്നാണ് സർപ്പദോഷം. പാണ്ടോ അതുപോലെയുള്ള പാടുകളോ ഒക്കെ ഉണ്ടാവുന്നു. അടുത്തതായി പറയപ്പെടുന്നത് ഉറക്കമില്ലായ്മയാണ്. ഉറക്കം വരാത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഉറങ്ങി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണർന്ന് പിന്നീട് ഉറക്കമില്ലാത്ത അവസ്ഥ, പേടിപ്പെടുത്തുന്ന രീതിയിലെ സർപ്പങ്ങളെ തുടർച്ചയായി സ്വപ്നം കാണുന്നത്, വീട്ടിലും ദേഹത്തും സർപ്പങ്ങൾ ഇഴയുന്നതായി സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതല്ലാതെ സർപ്പദോഷമുള്ള വീടുകളിൽ താമസിച്ചാൽ അകാല മൃത്യുവിന് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥ വരും. സഹോദരങ്ങൾ തമ്മിൽ എന്നും കലഹിക്കുകയും ഇത് നാഗദോഷങ്ങളുടെ പ്രധാന ലക്ഷണമാണ്. വന്ധ്യത സർപ്പദോഷം കൊണ്ടുണ്ടാകാം. വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയും സർപ്പദോഷം കൊണ്ടുണ്ടാകാം. സന്താന ലബ്ധിക്കായി ചെയ്യുന്ന വഴിപാടുകൾ ഫലം കാണാതെ പോകുന്നതിന് ഒരു കാരണം ഇതാണ്. നിത്യജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ദുഃഖം, തൃപ്തിയില്ലായ്മ എല്ലാം നാഗദോഷം കാരണമുണ്ടാകും. സന്തോഷം അനുഭവിക്കാൻ ശാരീരികമായും മാനസികമായും അവസ്ഥയില്ലാതെ വരുന്നു. വിവാഹ തടസ്സം, ഒറ്റപ്പെട്ട അവസ്ഥ എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ജന്മന നാഗദോഷം വരാൻ സാധ്യതയുള്ള ചില നാളുകാരുണ്ട്. അത്തം, തൃക്കേട്ട, രോഹിണി, പൂരുരുട്ടാതി, പൂയം, വിശാഖം, ഉത്രിട്ടാതി എന്നീ നക്ഷത്രക്കാർക്കാണ് നാഗദോഷവും സർപ്പദോഷവും വരാനുള്ള സാധ്യത കൂടുതൽ. ഇത് ജാതകവശാൽ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ജീവിത ദുഃഖങ്ങൾക്ക് കാരണം നാഗദോഷമാണോ എന്ന് അറിയേണ്ടതുണ്ട്. ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പുറ്റും മുട്ടയും വാങ്ങി മണ്ണാറശാല അമ്പലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് വെള്ളിയിലോ സ്വർണത്തിലോ ആകാം. കൂടാതെ ആയില്യം നാളിൽ വീടിനടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പൂജയോ വഴിപാടുകളോ ഒക്കെ നടത്തുക. മഞ്ഞൾ വഴിപാട്, പൂക്കുല സമർപ്പണം, നൂറും പാലും എന്നിവയെല്ലാം സർപ്പങ്ങൾക്ക് ചേർന്ന വഴിപാടാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.